ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പെഡി മൂവി. തെലുങ്ക് ഇൻഡസ്ട്രിയുടെ പാൻ ഇന്ത്യ റിലീസ് പെഡി രാം ചരനോടെ ഹൈലി ആന്റിസിപ്പേറ്റഡ് ഓർ മച്ച് അവൈറ്റഡ് മൂവി ആയിരുന്നു. ഇതൊരു ഹൈലി ഇമോഷണൽ സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. ഈ പടത്തോടെ ഡയറക്ടർ ബുജ്ജി ബാബു, ലീഡ് ആക്ടർ രാം ചരൺ, ജാൻവി കപൂർ, പിന്നെ ഹൈലി ടാലന്റഡ് സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ഉപേന്ദ്രലിനെ, ജഗപതി ബാബു, ദേവേന്ദ്ര ശർമ്മ, ശിവരാജ് കുമാർ. മ്യൂസിക് കൊടുത്തിരിക്കുന്നത് AR റഹ്മാൻ. സിനിമ തമിഴിലാണ് കണ്ടത്. വളരെ സ്മൂത്ത് സ്റ്റാർട്ടിങ്, നല്ല ഫ്ലോയിലാണ് പോയിരിക്കുന്നത്. ഒരു മലയോര ഗ്രാമത്തിലെ ആളുകളുടെ ജീവിതമാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അവരുടെ ബുദ്ധിമുട്ടും ആ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ വേണ്ടി അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും വേദനകളും അതിനെ താണ്ടുന്ന ഒരു സൂപ്പർ ഹീറോ ആയി രാം ചരൺ തന്റെ കഴിവ് സ്പോർട്സിലൂടെ കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതാണ് ഈ സിനിമയുടെ പ്ലോട്ട്. അത് രാം ചരൺ വളരെ സൂപ്പറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇത് രാം ചരണിന്റെ കരിയറിലെ പീക്ക് പെർഫോമൻസ് ആണ്. അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. അവരുടെ പെർഫോമൻസ്, ഡെഡിക്കേഷൻ, ഹാറ്റ്സ് ഓഫ്. ഇമാതിരി ഗെറ്റപ്പും ആക്ടിങ്ങും ഫുൾ ജീവിച്ചിട്ടുണ്ട് ഈ ക്യാരക്ടർ. ജാൻവി കപൂറിന്റെ ക്യാരക്ടർ ഭയങ്കര ലോ ഇമ്പാക്ട് തരുന്ന ക്യാരക്ടറാണ്. ജസ്റ്റ് ഓക്കെ. പിന്നെ ബാക്കി അഭിനയിച്ച സഹതാരങ്ങൾ വളരെ മനോഹരമായ, വളരെ പെർഫെക്റ്റ് കാസ്റ്റിംഗ്. ഫസ്റ്റ് ഹാഫ് വളരെ സ്മൂത്ത് ആയിട്ട് ഒരു സ്മൂത്ത് ഫുൾ ഫ്ലോയിൽ പോകുന്ന സ്റ്റോറി പോലെ ഇങ്ങനെ താണ്ടി പോവും. പിന്നെ ഇന്റർവെൽ ബ്ലോക്ക് സൂപ്പർ. രാം ചരനോടെ ആ ട്രാൻസ്മിഷൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഇതിലെ ഡെഡിക്കേഷൻ, ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് രാം ചരനോടെ പെർഫോമൻസും പിന്നെ ഡയറക്ടറും പിന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ R രത്നവേലു ആൻഡ് SPV ശിവറാവു. സിനിമയുടെ സിനിമാറ്റോഗ്രാഫി, കളർ ഷെയ്ഡ്, ബാക്ക്ഗ്രൗണ്ട് വളരെ മനോഹരമാണ്. നിങ്ങളുടെ കണ്ണുകൾ എൻഗേജ് ആക്കിയിരിക്കും. ഓരോ ഫ്രെയിമുകളും വളരെ മനോഹരമായിട്ട് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് രാം ചരനോടെ പെർഫോമൻസ്. ഓളിനുള്ള ഒരു സൂപ്പറും ഒരു ഗുഡ് ഫീൽ മൂവി. പിന്നെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ ലെങ്ത് 3 hours, 2.5 റണ്ണിങ് ടൈം വെക്കുമായിരുന്നെങ്കിൽ ഈ സിനിമ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ആയേനെ. സെക്കൻഡ് ഹാഫിലെ ചെറിയൊരു റൈറ്റിങ്ങിൽ പോരായ്മ തോന്നും. ഓവറോൾ ഈ സിനിമ ഒരു ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന സിനിമയാണ്. ഞാൻ ഈ സിനിമയ്ക്ക് 5-ൽ 3 റേറ്റിംഗ് കൊടുക്കുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ നൽകുക. നന്ദി, നമസ്കാരം.